പാലക്കും മുട്ടയും ഉപയോഗിച്ചിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു തോരനാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് അതും കൂടെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയ സവോളയും 2-3 പച്ചമുളകും അതും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് സവോളയൊക്കെ വാടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറത്തില്ല, പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു പിടി 1.5 പിടി തേങ്ങ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാലക്കും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ആ പാലക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം നോക്കിയപ്പോഴത്തേക്കും പാലക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്താലും മതി. ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആ മുട്ടയും കൂടെ നമുക്ക് സൈഡിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മുട്ട ഫ്രൈ ആയി വരുന്നത് വരെ നമ്മൾ സൈഡിലിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി നന്നായിട്ട് അത് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പാലക്കുമായിട്ട് മിക്സ് ചെയ്യാം. അത്രേ ഉള്ളൂ കൂട്ടുകാരെ, നമ്മുടെ പാലക് തോരൻ റെഡി ആയിട്ടുണ്ട്. എഗ് പാലക് തോരൻ, പാലക് മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമല്ലേ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടിയൊക്കെ തീരും. അപ്പോൾ ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിലും ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ഇനി പാലക്ക് മേടിക്കുമ്പം ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.